നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ എക്സ്പ്ലെയിനറിലേക്ക് സ്വാഗതം. എൻഡറോ ഹെൽത്ത് കെയർ ഇവരുടെ ബിസിനസ് മോഡൽ എന്താണ്, ലാഭവിഹിതം എങ്ങനെ കുതിച്ചുയരുന്നു, പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം, ഇവരുടെ ഈ ഉയർന്ന വളർച്ചാ നിരക്ക് അത്രയും വലിയ ഓഹരി വിലയെ ന്യായീകരിക്കുന്നുണ്ടോ? ഇതെല്ലാം നമ്മളൊന്ന് ഡീകോഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നിക്ഷേപകർക്കിടയിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്തിനാണ് മാർക്കറ്റ് ഒരു സാധാരണ ഫാർമ വിതരണ കമ്പനിക്ക് ഒരു ഹൈ ഗ്രോത്ത് ടെക് സ്റ്റോക്കിന് കൊടുക്കുന്ന പോലെ 45 ഇരട്ടി PE അനുപാതം നൽകുന്നത്? അതായത് വെറുമൊരു മിഡിൽമാനായ കമ്പനിക്ക് ഇത്രയും വലിയൊരു വാല്യുവേഷൻ കിട്ടുന്നത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ്? ഇതിനുള്ള കൃത്യമായ ഉത്തരം കണ്ടെത്താൻ ഇന്നത്തെ നമ്മുടെ അജണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം. എൻഡ്രോയുടെ ബിസിനസ് മോഡൽ, അവരുടെ ടെക്നോളജി, സാമ്പത്തിക കണക്കുകൾ, ഗ്രോത്ത് എഞ്ചിൻ, ഇതിലെ റിസ്കുകൾ, പിന്നെ അവസാനമായി നിക്ഷേപകർക്കായുള്ള ഫൈനൽ വേർഡിക്റ്റ് എന്നിവയിലൂടെ നമ്മൾ കടന്നുപോകും. ആദ്യത്തെ സെക്ഷൻ, ദി എൻഡ്രോ ബിസിനസ് മോഡൽ. ഇന്ത്യയിലെ വളരെ ചിതറിക്കിടക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ സപ്ലൈ ചെയിൻ മാറ്റിയെഴുതാൻ എൻഡ്രോ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവരെ വെറുമൊരു സാധനങ്ങൾ എത്തിക്കുന്ന ഡെലിവറി വാനായി മാത്രം നിങ്ങൾ കാണരുത്. ഇതൊരു വലിയ പ്ലാറ്റ്ഫോമാണ്. മരുന്നുകൾ വിതരണം ചെയ്യുന്ന ഡിമാൻഡ് ഫുൾഫിൽമെന്റ് മാത്രമല്ല അവർ ചെയ്യുന്നത്, മറിച്ച് ഹെൽത്ത് കെയർ ബ്രാൻഡുകളുടെ കൊമേഴ്ഷ്യൽ പാർട്ണറായി പ്രവർത്തിച്ചുകൊണ്ട് വിപണിയിൽ പുതിയ ഡിമാൻഡ് ഉണ്ടാക്കാനും, അതായത് ഡിമാൻഡ് ജനറേഷൻ നടത്താനും അവർ സഹായിക്കുന്നു. ഇവരുടെ പ്രവർത്തന വ്യാപ്തി ശരിക്കും നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഒന്ന് നോക്കൂ, ഒരു വശത്ത് 2700-ലധികം വരുന്ന മരുന്ന് നിർമ്മാതാക്കൾ, മറുവശത്തോ 95,300-ൽ പരം റീറ്റെയിൽ ഫാർമസികളും 3600 ആശുപത്രികളും. ഈ രണ്ട് വലിയ ഗ്രൂപ്പുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വമ്പൻ കണ്ണിയായിട്ടാണ് അവർ നടുവിൽ നിൽക്കുന്നത്. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ വിശാലമായ നെറ്റ്വർക്ക് വഴി 80,000-ലധികം വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ, അതായത് SKUകളാണ് 500 ജില്ലകളിലായുള്ള 100-ലധികം വെയർഹൌസുകളിലൂടെ ഇവർ വിതരണം ചെയ്യുന്നത്. വാവ്, ഇതൊരു ചെറിയ സ്കെയിലൊന്നും അല്ല കേട്ടോ. ഇനി നമ്മുടെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരാം, ടെക് ആൻഡ് നെറ്റ്വർക്ക് ഇഫക്ട്സ്. ഈ പരമ്പരാഗത ഡിസ്ട്രിബ്യൂഷൻ മോഡലിനെ അതിവേഗം വളരുന്ന ഒരു ആധുനിക പ്ലാറ്റ്ഫോമാക്കി മാറ്റാൻ സാങ്കേതികവിദ്യ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഇവരുടെ ഈ വലിയ വിജയത്തിന്റെ യഥാർത്ഥ രഹസ്യം അവരുടെ ഈ സ്വന്തം ടെക്നോളജി പ്ലാറ്റ്ഫോം തന്നെയാണ്. പ്രത്യേകിച്ച് എൻഡ്രോ ഡയറക്റ്റ് എന്ന ക്ലൗഡ് അധിഷ്ഠിത B2B ആപ്പ്. ഇത് ഫാർമസികൾക്ക് 24 മണിക്കൂറും ഓർഡർ നൽകാനും, സ്റ്റോക്ക് വിവരങ്ങൾ തത്സമയം അറിയാനും, ബില്ലിംഗ് വളരെ എളുപ്പമാക്കാനും സഹായിക്കുന്നു. ഇവിടെ സംഭവിക്കുന്ന ആ മാജിക് എന്താണെന്നറിയാമോ? അതൊരു ഫ്ലൈ വീൽ ഇഫക്റ്റാണ്. ആദ്യം അവർ പ്രാദേശിക വിതരണക്കാരെ സ്വന്തം ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഉൽപ്പന്നങ്ങൾ വളരെ കൃത്യമായി വിതരണം ചെയ്യാൻ അവർക്ക് കഴിയുന്നു. ഇത് സ്വാഭാവികമായും കൂടുതൽ ഫാർമസികളെ അവരിലേക്ക് ആകർഷിക്കുന്നു. ഈ വലിയ നെറ്റ്വർക്ക് കാണുമ്പോൾ റോഷ്, ആബട്ട് തുടങ്ങിയ ആഗോള ബ്രാൻഡുകളും അവരോടൊപ്പം ചേരുന്നു. ഈ ടെക്നോളജിയാണ് മറ്റ് എതിരാളികൾക്ക് പെട്ടെന്ന് കടന്നുവരാൻ കഴിയാത്ത വിധത്തിൽ അവർക്കൊരു വലിയ പ്രതിരോധം അഥവാ മോട്ട് സൃഷ്ടിക്കുന്നത്. നമ്മളിനി മൂന്നാമത്തെ സെക്ഷനായ സാമ്പത്തിക കണക്കുകളിലേക്ക് വരികയാണ്, ഫിനാൻഷ്യൽസ് ആൻഡ് മാർജിൻ എക്സ്പാൻഷൻ. എൻഡ്രോയുടെ ഈ വലിയ വാല്യുവേഷന് പിന്നിലെ കഥ മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഈ നമ്പറുകളൊന്ന് ശ്രദ്ധിച്ചേ മതിയാവൂ. ഈ കഴിഞ്ഞ ക്വാർട്ടറിലെ നമ്പറുകൾ ശരിക്കും ഞെട്ടിക്കുന്നതാണ്. Q3-ൽ അവരുടെ വരുമാനം ഏകദേശം 37% വർദ്ധിച്ചത്. എന്നാൽ അതിനേക്കാൾ ഉപരി നമ്മൾ നോക്കേണ്ടത് നികുതിക്ക് ശേഷമുള്ള ലാഭം അഥവാ PAT ആണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 321.8% അത് കുതിച്ചുയർന്നത്. അവിശ്വസനീയം അല്ലേ? ഇവിടെയാണ് ബിസിനസ്സിലെ ആ വലിയ ട്വിസ്റ്റുള്ളത്. സാധാരണ ഫാർമ വിതരണത്തിൽ നിന്ന് അവർക്ക് വെറും 8% ഗ്രോസ് മാർജിൻ മാത്രമേ ലഭിക്കുന്നുള്ളൂ. അത് മനസ്സിലാക്കി അവരിപ്പോൾ 20 മുതൽ 25% വരെ വലിയ മാർജിൻ ലഭിക്കുന്ന സർജിക്കൽ ഉപകരണങ്ങൾ, സ്വന്തം ബ്രാൻഡുകൾ, മെഡിക്കൽ ഡിവൈസുകൾ എന്നിവ കൂടുതൽ വിൽക്കുന്നതിലേക്ക് തങ്ങളുടെ ശ്രദ്ധ അതിവേഗം മാറ്റുകയാണ്. ഉയർന്ന മാർജിനുള്ള ഉൽപ്പന്നങ്ങളിലേക്കുള്ള ഈയൊരു ബുദ്ധിപരമായ മാറ്റവും മികച്ച പ്രവർത്തനക്ഷമതയും അവരുടെ EBITDA മാർജിനിൽ കൃത്യമായി കാണാനുണ്ട്. FY24-ലെ 2.9%-ൽ നിന്ന് അത് FY25-ൽ 3.4%-ആയി ഉയർന്നു. മാത്രമല്ല FY26 ആകുമ്പോഴേക്കും ഇത് 4%-ആക്കാനാണ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഓർഗാനിക് ഗ്രോത്ത് നമ്മൾ കണ്ടു, പക്ഷേ അത് കഥയുടെ ഒരു പകുതി മാത്രമാണ്. ഇനി നാലാമത്തെ സെക്ഷൻ, ദി M&A ഗ്രോത്ത് എഞ്ചിൻ. അവർ മറ്റു കമ്പനികളെ ഏറ്റെടുത്തുകൊണ്ട് എങ്ങനെയാണ് ഇത്ര വേഗം വളരുന്നത് എന്ന് നോക്കാം. 2018-ൽ തുടങ്ങിയതിനു ശേഷം ഇതുവരെ അവർ നടത്തിയത് ഏകദേശം 50 അക്വിസിഷനുകളാണ്. കേൾക്കുമ്പോൾ തന്നെ ഒരു വിസ്മയം തോന്നുന്നില്ലേ? ലാഭകരമായി പ്രവർത്തിക്കുന്ന പ്രാദേശിക വിതരണക്കാരെ കണ്ടെത്തി വാങ്ങി വളരെ വേഗം മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന തന്ത്രം. ഇവരുടെ ഈ അക്വിസിഷൻ പ്ലേബുക്ക് വളരെ കൃത്യമാണ്. പ്രാദേശിക കമ്പനികളുടെ വരുമാനത്തിന്റെ 5 മുതൽ 7 ഇരട്ടി വരെ മാത്രം നൽകി അവരെ സ്വന്തമാക്കുന്നു. തുടർന്ന് വെറും 90 ദിവസത്തിനുള്ളിൽ ആ കമ്പനികളെ എൻഡ്രോയുടെ മികച്ച ടെക് സിസ്റ്റത്തിലേക്ക് മാറ്റി പർച്ചേസിംഗ് എളുപ്പമാക്കുകയും മാർജിൻ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വളരെ ക്ലീനായൊരു സ്ട്രാറ്റജി.
തീർച്ചയായും ഇത്രയും സ്പീഡിലുള്ള ഗ്രോത്ത് എപ്പോഴും സേഫ് ആയിരിക്കില്ലല്ലോ. അതാണ് സെക്ഷൻ 5 നമ്മൾ നോക്കുന്നത്, കീ റിസ്ക്സ് ആൻഡ് ക്യാഷ് ഫ്ലോ. ഇതൊരു റിയാലിറ്റി ചെക്ക് കൂടിയാണ്. ഫാർമ ഡിസ്ട്രിബ്യൂഷൻ മേഖലയുടെ ഒരു വലിയ യാഥാർത്ഥ്യം എന്താണെന്നാൽ നിങ്ങൾക്കിവിടെ വലിയൊരു തുക ബ്ലോക്കായി കിടക്കും. അതായത് മരുന്ന് നിർമ്മാതാക്കൾക്ക് വേഗത്തിൽ പണം നൽകുകയും വേണം, എന്നാൽ അപ്പുറത്ത് റീറ്റെയിൽ ഫാർമസികൾക്ക് ക്രെഡിറ്റ് അഥവാ കടം അനുവദിക്കുകയും വേണം. ഇത് കമ്പനിയുടെ പണമൊഴുക്കിനെ കാര്യമായി ബാധിക്കും. അതുകൊണ്ടുതന്നെ പ്രധാനപ്പെട്ട റിസ്കുകൾ നോക്കിയാൽ ഈ 50 കമ്പനികളുടെ സംസ്കാരങ്ങളെ ഒന്നിപ്പിക്കുക എന്ന വലിയ വെല്ലുവിളിയുണ്ട്. അതുപോലെ 71 ദിവസം വരെയൊക്കെ നീളുന്ന ഉയർന്ന വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ ഒരു വലിയ പ്രശ്നമാണ്. ഭാവിയിലുള്ള പുതിയ ഏറ്റെടുക്കലുകൾക്ക് ഇനിയും ഫണ്ട് കണ്ടെത്തേണ്ടി വരുമോ എന്ന ആശങ്കയും, റീറ്റെയിൽ ഫാർമസികൾ ഒന്നിച്ചു ചേർന്ന് വലുതായാൽ എൻഡോറയുടെ വിലപേശൽ ശേഷി കുറയുമോ എന്ന ഭയവും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊരു വലിയ സിൽവർ ലൈനിംഗ് ഉണ്ട്. FY25ന്റെ രണ്ടാം പരിധിയിൽ തങ്ങൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആക്കിയതായി മാനേജ്മെന്റ് സ്ഥിരീകരിച്ചു. ഇതൊരു ചെറിയ കാര്യമല്ല. സ്വന്തം കാലിൽ നിൽക്കാൻ ഇവരുടെ ബിസിനസ് മോഡലിന് കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. അങ്ങനെ നമ്മൾ അവസാന സെക്ഷനിലെത്തിയിരിക്കുകയാണ്, ദി ഫൈനൽ ഇൻവെസ്റ്റർ വേർഡിക്റ്റ്. നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങൾ വെച്ച് ഒരു ഫൈനൽ കൺക്ലൂഷനിലെത്തിച്ചേരാം. അപ്പോൾ ബുൾ കേസ് എന്താണ് പറയുന്നത്? ഇവരുടെ ശക്തമായ ഏറ്റെടുക്കൽ തന്ത്രം, മികച്ച ടെക്നോളജി, വർദ്ധിച്ചുവരുന്ന മാർജിനുകൾ, പോസിറ്റീവായ ക്യാഷ് ഫ്ലോ എന്നിവയൊക്കെ കമ്പനിക്ക് വളരെ അനുകൂലമാണ്. ഇനി ബെയർ കേസ് നോക്കാം. 45 ഇരട്ടി എന്ന വളരെ ഉയർന്ന വാല്യുവേഷൻ, തുടർച്ചയായുള്ള ക്യാഷ് ഫ്ലോ പ്രശ്നങ്ങൾ, കമ്പനികളെ ഒന്നിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവയാണ് ഇതിലെ പ്രധാന വില്ലന്മാർ. അനലിസ്റ്റുകൾക്കിടയിലും ഇക്കാര്യത്തിൽ നല്ല അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇവരുടെ പ്രവർത്തനക്ഷമത മികച്ചതായതുകൊണ്ട് 18% വളർച്ച മുന്നിൽ കണ്ട് ബൈ ചെയ്യാൻ ചിലർ നിർദ്ദേശിക്കുമ്പോൾ, പെട്ടെന്നുള്ള ഫണ്ടിംഗ് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കുറച്ചുപേർ വളരെ ജാഗ്രതയോടെ ഇതിനെ വെറുമൊരു ഹോൾഡായി മാത്രമാണ് കാണുന്നത്. അപ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിക്കുക: ഇന്ത്യയിലെ ഫാർമ സപ്ലൈ ചെയിനിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഈ പ്ലാറ്റ്ഫോമിലെ 18% വളർച്ചാ സാധ്യത, ഇതൊക്കെ കെട്ടിപ്പടുക്കാൻ അവർ എടുക്കുന്ന വൻ ഓപ്പറേഷണൽ റിസ്കുകളെ മറികടക്കാൻ പര്യാപ്തമാണോ? ഇതേക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ എക്സ്പ്ലെയിനർ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. കണ്ടതിന് നന്ദി. വാച്ച് ഔട്ട് ഫോർ മോർ.